ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. എന്നിട്ട് നിഫ്റ്റിൻ്റെ ലെവൽസ് 23,795 അപ്പ് സൈഡും 23,580 ഡൗൺ സൈഡുമാണ്. ഡൗൺ സൈഡ് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഞാൻ എൻ്റെ ട്രേഡ് അതായിരിക്കും പ്ലാന്. ഇനി മാർക്കറ്റ് ആദ്യം പോയിട്ട് 23,795 ആദ്യം ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. എൻ്റെ ഫസ്റ്റ് ട്രേഡ് അതായിരിക്കും. ഇൻറ്റേർണലി ഒരുപാട് ലെവൽസ് ഉണ്ട്, അപ്പ് സൈഡും ഡൗൺ സൈഡൊക്കെ. ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി നിൽക്കുന്നത്. ഓപ്പൺ ആയത് 9:15 അതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ബാങ്ക് നിഫ്റ്റീൻ്റെ ലെവൽസ് നമ്മൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ഏരിയാസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി 50,324 അപ്പ് സൈഡ് ലിക്വിഡിറ്റി, 40,969 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അതാണ് ബാങ്ക് നിഫ്റ്റിൻ്റെ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എന്താ പറയുക, ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡ് 49,969 എത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ 50,324 ആദ്യം പോയത് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതാണിപ്പോൾ ഇന്നത്തെ ലെവൽസ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് എല്ലാത്തിൻ്റെയും ഗ്യാപ്പ് നടുവിലാണ്, അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഏതെങ്കിലും ലെവലിൽ ടച്ച് ചെയ്താലേ നമുക്ക് ട്രേഡ് ഉള്ളൂ. പിന്നെ ഇന്നലെ ട്രേഡ് ഇല്ലായെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 1 hour ഓഫീസിലുണ്ടായിരുന്നു. അതുവരെ എനിക്ക് എൻട്രി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ എമർജൻസി എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൊബൈലിലാണ് ചെയ്തത്, അത് സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. ഒറ്റ ട്രേഡ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് റീസൺ ഇന്നലെ ചെയ്യാതിരിക്കാൻ കാരണം. പിന്നെ എന്താണ്, മാക്സിമം ഞാൻ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാത്തുണ്ടാവുള്ളൂ. ഓക്കെ, ഏതായാലും നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലൊക്കെ ഒരു ബെയറിഷ് മൊമെൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഡൗൺ സൈഡ് പോലെ കാണിക്കുന്നുണ്ട് കുറച്ച്. കാരണം നിഫ്റ്റിനേക്കാളും താഴേക്കാണ് ഇപ്പം ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പോൾ മീൻസ് ഇപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ളൊരു കോറിലേഷൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ബിഹേവിയർ ഡെയിലി വാച്ച് ചെയ്യണം നിങ്ങൾ. ഡെയിലി നിഫ്റ്റിയുടെ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള ജസ്റ്റ് ട്രേഡ് എടുക്കാനല്ല, ഏതെങ്കിലും ട്രേഡ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഒരു കോറിലേഷൻ എപ്പോഴും ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. എങ്ങോട്ടാണ്, ഏതാണ് ഒരു നല്ല മൂവ്മെൻ്റ് ഉള്ളത്, ഏതാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വാച്ച് ചെയ്ത സമയത്ത് നല്ല ഒരു ചെറിയൊരു ഐഡിയ മാർക്കറ്റിൽ ഒരു എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചെറിയൊരു ഫുൾ അക്യുറേറ്റ് അല്ലെങ്കിൽ നമുക്ക് ബേസിക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ പറ്റും. അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഏതായാലും ഞാൻ ചാൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:52. നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി നോക്കാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഇത് എടുക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ഇപ്പം ഇന്ന്. കാരണം ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ശരിക്കും ട്രേഡ് അപ്പ് സൈഡിലേക്ക് എടുക്കേണ്ടത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ മുതൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി നോക്കി നല്ല മാർക്കറ്റ് ഇപ്പോഴാണ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുകളിലേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. മാർക്കറ്റ് ഒരു മുകളിലേക്ക് പോകാൻ പ്രോബബിലിറ്റി ഉണ്ട്. ഇന്ന് കുറച്ച് ഇത് നമുക്ക് ഈ ഒരു ട്രേഡിൽ ശരിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സ്വിംഗ് ഹൈയിലേക്ക് നമുക്ക് വലിയ ടാർഗറ്റ് ഇല്ല. പക്ഷേ ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നുകിൽ നമുക്ക് ഈ എൻട്രി വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഈ ട്രേഡ് ഞാൻ എടുക്കാൻ കാരണം ആ ഒരു ടാർഗറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇന്നത്തെ ഡേ ഹൈ വരെ വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ. മാർക്കറ്റ് നേരെ മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ടാർഗറ്റ് എടുക്കാൻ പറ്റും. കാരണം ഡെയിലി ലിക്വിഡിറ്റീസ് എടുക്കുന്ന ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ മൊമെൻറ്റം എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മൊമെൻറ്റം കിട്ടാം. നിഫ്റ്റിയിലല്ല, ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇന്ന് ടാപ്പ് ചെയ്തതാണ്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നോക്കുക 15 മിനിറ്റ് 5 മിനിറ്റ് 1 hour അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ലിക്വിഡിറ്റി അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ് മുകളിലേക്ക് പോകാനൊരു ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ വലിയൊരു ഇതൊന്നും കാണുന്നില്ല, ഒരു വേരിയേഷൻസ് ഒന്നും. ഇപ്പോഴും സ്റ്റിൽ ഫ്യൂച്ചർ ചാർട്ടിൽ തന്നെയാണ് കുറവുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മുകളിലേക്ക് പോകാൻ സാധ്യതയിൽ കുറവുള്ള പോലെ. പക്ഷേ ഡെയിലി ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിനെ കൊണ്ട് ഞാൻ ഏതായാലും ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് ഒരു കോൾ ഓപ്ഷൻ എടുക്കുന്നുണ്ട്. നോക്കാം. അപ്പ് സൈഡിലേക്ക് നമ്മൾ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനാണ് ഒരു നോക്കാം. ഏതായാലും നമുക്കൊരു അപ്പ് സൈഡ് എടുക്കാം, ഒരു കോൾ ഓപ്ഷൻ എടുക്കാം. മാർക്കറ്റ് എൻട്രി ഏരിയയിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരുപാട് റീസൺ എന്ന് ഇത്രയും മാർക്കറ്റ് ബെയറിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ബെയറിഷ് ട്രേഡ്സിന് നോക്കാം. പക്ഷേ ഇന്ന് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തെങ്കിലും കൂടെ ബാങ്ക് നിഫ്റ്റി ഭയങ്കര പ്രീമിയമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ 1000 എബോവ് ആണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നല്ല പ്രീമിയം ഇതിൽ തന്നെയാണ് നിഫ്റ്റിയിലാണുള്ളത്. പിന്നെ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി അല്ലേ, പിന്നെ
ചിലപ്പോൾ നമുക്ക് സ്പൈക്ക്, നമുക്ക് എപ്പോഴും സ്പൈക്കിലാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക, നല്ല മൊമെൻറ്റം എൻട്രി എടുത്തതിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ 91 പ്രീമിയം ഉള്ളത്. സ്റ്റിൽ 91 തന്നെയാണോ ഉള്ളത്, ഡൗണിലേക്ക് ഇറങ്ങിയിട്ടില്ല. ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി എന്താണ്, ഓർഡർ ഹിറ്റായിട്ടുണ്ട്. 90 സംതിങ്ങിലാണ് നമുക്ക് എൻട്രി വന്നത്. നമുക്ക് ടാർജറ്റ് മീൻസ് 90.9, നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിലാണ്. ഇപ്പോൾ നമ്മുടെ ടാർജറ്റ് ഞാൻ പറഞ്ഞ പോലെ ടാർജറ്റ് ഇന്ന് വെക്കുന്നില്ല. ഇന്നത്തെ ഈ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് നമുക്കൊരു 50 പോയിൻറ്റ്സ് പോലും ഇല്ല. 1:5 ഉണ്ടാവില്ല അങ്ങോട്ട് എത്തിയാൽ പോലും. പക്ഷേ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാനാണ് പ്ലാന്. അവിടെ എത്തുകയാണെങ്കിൽ മാക്സിമം ട്രേഡ് റൺ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്ലാൻ. ഞാൻ നന്നായിട്ട് ബുള്ളിഷ് ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് അത്യാവശ്യം നല്ല റിവേഴ്സൽ വരും. ആളുകളെ രാവിലെ മുതൽ ബയറിഷായിട്ട് പോയിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം അപ്സൈഡിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. വ്യൂ കറക്റ്റ് ആവണമെന്നില്ല, ഒക്കെ നമുക്ക് പ്രോബബിലിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാത്തേ ഉള്ളൂ. കാര്യം ഇഷ്ടമാണ്. നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു സംഭവമാണ്. അൺസർട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് അറിയില്ല നമുക്ക് ടാർജറ്റ് ആണോ, ഇന്നത്തെ എൻട്രി വരൂലേ, അതാണ് അതിൻ്റെ ഒരു ത്രില്ലും. ആ ഒരു ജോലിൻ്റെ, എനിക്ക് തോന്നിയത് ആ ഒരു ജോലിൻ്റെ ത്രില്ലും അത് തന്നെയാണ്. നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ആണോ ഇന്ന് ലോസ് ആണോ എന്ന് അറിയില്ല. പക്ഷേ നമ്മളെ ഒരു മൈൻഡ് നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യങ്ങളായാലും എൻട്രീൻ്റെ കാര്യങ്ങളിലൊക്കെ സെറ്റപ്പ് ചെയ്ത് നിർത്തുക. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആവുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യാനുള്ളൂ. പക്ഷേ ഈ ജോലിൻ്റെ ഒരു ത്രില്ല് ഇതാണ്. ഞാൻ എല്ലാവരും പറയും ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും ഒരു രസം തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ജോലി ചെയ്യുന്ന പോലെ എന്നും ഒരേ പ്രൊസീജിയറും കാര്യങ്ങളും അല്ല. പക്ഷേ ഈ ഒരു ജോലി നമ്മൾ മറ്റുള്ള ജോലികൾക്ക് എല്ലാവർക്കും കേട്ടറിവും ഐഡിയകളും ഉണ്ടാവും. മറ്റുള്ള ജോലികൾ എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് അതിന് വരിക, റിസൾട്ട് എങ്ങനെയാണ് വരിക എന്നൊക്കെ. പക്ഷെ അതുപോലെയുള്ള ഒരു എന്താ പാറ്റേൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈൻഡ് സെറ്റും വേറെയാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ചെറിയ ലോസിൽ തന്നെയാണ് മാർക്കറ്റ്, താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് കഴിയും. പക്ഷെ ഇന്ന് ഡെയിലി ടൈം ഫ്രെയിം എടുത്തതിനെ കൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ അവസ്ഥ എന്താ? ബാങ്ക് നിഫ്റ്റി 23,500 എന്നുള്ള ലെവലിൻ്റെ മുകളിലല്ലേ. ഇപ്പോൾ 23,500 എടുക്കാൻ വേണ്ടി താഴെ വരുമോ? അതുപോലെ ബാങ്ക് നിഫ്റ്റി 49,695 ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ലിക്വിഡിറ്റി ഏരിയാസ്, പ്രൈസ് ലെവൽസ് 23,500 എന്നുള്ള ലെവലൊക്കെ ഒരുപാട് ആളുകളുടെ SL ഉള്ള ഏരിയയാണ്. ഞാൻ അതും കൂടി എടുക്കാൻ താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നിർത്തേണ്ടി വരും എന്നുള്ളതാണ്. ഇല്ല നല്ല മൊമെൻറ്റം വരുന്നുണ്ട്. പെട്ടെന്നൊരു സ്പൈക്ക് വന്നു അല്ലേ. ഭയങ്കര വോളട്ടൈലായിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്താ ആർക്കറിയാം. പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു. സമയം 11:05. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്പൈക്ക് വന്നു 3,000 അബോവ് 4,000 റേഞ്ചിലൊക്കെ വന്നു. എന്നിട്ട് നേരെ തിരിഞ്ഞ് നമ്മുടെ SL അടിച്ചു. ഇപ്പോൾ ഗെയിൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. നമ്മൾ ഇനി ആ ഒരു ഏരിയയിലേക്ക് എത്തിയാൽ ഞാൻ സെക്കൻഡ് ട്രേഡ് ഇപ്പം തന്നെ എടുക്കും കേട്ടോ. ഈ സെക്കൻഡ് ട്രേഡ് ഞാൻ ഇന്ന് കുറച്ചധികം ബുള്ളിഷ് ആയി മൈൻഡ് സെറ്റ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ബുള്ളിഷ് ആവാനും റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ബുള്ളിഷ് ആവുന്നത്. കാരണം ട്രേഡ് SL അടിച്ച ഉടനെ അടുത്ത ട്രേഡിലേക്ക് തന്നെ ഒരു ടെൻഡൻസി വരുന്നുണ്ടല്ലോ. റീസൺ എന്താ വെച്ചാൽ എനിക്ക് മാർക്കറ്റ് നല്ല മുകളിലേക്ക് പോകും എന്നുള്ള ഒരു തോന്നലാണ്. അതുപോലെ ഫ്യൂച്ചർ ചാർട്ടൊക്കെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും സെക്കൻഡ് ട്രേഡ് ഞാൻ ഈ ഏരിയയിൽ തന്നെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഉണ്ട്. മാർക്കറ്റ് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഒന്നും കൂടെ വരികയാണെങ്കിൽ ഞാനൊരു കോൾ ഓപ്ഷൻ കൂടി എടുക്കും. അതിൻ്റെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇത് രണ്ടാമത്തെ ട്രേഡാണ്. ഇത് SL ആയാലും ടാർജറ്റ്, ഇത് SL ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. അത് തന്നെയാണ് പ്ലാന്. നോക്ക് 375 സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. 6 പോയിൻറ്റ്സ് എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒരു ട്രേഡ് എടുക്കാം. ഇന്ന് സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിൽ ചെയ്യാതാലും നമുക്കൊരു ഇന്നത്തെ സിംഹയ്യോ അല്ലെങ്കിൽ ഒരു പകുതി നമ്മൾ 1:5 1:2 3 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇതാക്കി കൊടുക്കാം. ഈ ഒരു ഏരിയയിലേക്ക് 50 പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഒരു 50 പോയിൻ്റൊക്കെ ഉണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ, മീൻസ് സ്പോട്ട് ചാർട്ടിലുണ്ട്. എത്ര പ്രീമിയത്തിൽ ടാർജറ്റ് അടിച്ചാൽ കിട്ടുകയെന്നറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ എനിക്ക് പ്ലാനില്ല. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ
മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ട്രെയിലിങ്ങേ യൂസ് ചെയ്യും. ട്രെയിലിങ് മീൻസ് ടാർജറ്റ് ബുക്ക് ചെയ്യില്ല, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാൻ തൊട്ടടുത്തേക്കൊന്നും വെക്കൂല. അതിപ്പോൾ ഇപ്പോൾ ഈ ടാർജറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക്, അല്ലെങ്കിലും പിന്നെ 1:5 എത്തിക്കഴിഞ്ഞാൽ ഞാൻ 1:3 എത്തിക്കഴിഞ്ഞാൽ തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കും. ഇനി 1:5 ഈ ടാർജറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 1:1 അതായത് 6 പോയിൻറ്റ്സ് പ്രോഫിറ്റ് ലെവലിലേക്ക് വെച്ച് കൊടുക്കും. അതായത് ഈ ട്രേഡിൽ ഫസ്റ്റ് ട്രേഡിൽ ലോസ് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യും. പിന്നെ മാർക്കറ്റ് ഓരോ 30 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ 6 പോയിൻറ്റ്സ് മൂവ് ചെയ്യുള്ളൂ. അതായത് 30 പോയിൻറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് ട്രെയിൽ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതാണ് ഇനിയിപ്പോൾ അതൊക്കെ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറയാം, നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് അതാണ്. പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോവുകയാണെങ്കിൽ ബുക്ക് ചെയ്യുന്നതിന് പകരം ട്രെയിൽ ചെയ്ത് പോകും. ട്രെയിൽ ചെയ്യാൻ തൊട്ട് അടുത്തല്ല, 30 പോയിൻറ്റ് ഡിസ്റ്റൻസിൽ ട്രെയിൽ ചെയ്ത് പോകും. അതാണ് പ്ലാൻ. നോക്കാം, വെയിറ്റിംഗ് ആണ്. 11:08 സമയം ആയിട്ടില്ലല്ലേ. നമുക്ക് രാവിലെ തന്നെയാണ് രണ്ടാമത്തെ ട്രേഡ് ഇപ്പോൾ എടുക്കാൻ പോണത്. കാത്തിക്കാനൊന്നും ആവില്ല, ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ. ബാങ്ക് നിഫ്റ്റി 49,654 എന്തോ ആണ് കേട്ടോ ഡെയിലി ഐഡിയക്സ് ഉണ്ടായിരുന്നത്. നിങ്ങൾ പിന്നെ ചാർട്ടിൽ നോക്കിയാൽ അറിയാം, 49,600 സംതിങ് ആണ് ഉണ്ടായിരുന്നത്. 654 കണ്ടോ, അത് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്റ്റോക്കൊക്കെ വാങ്ങി കൂട്ടാൻ പറ്റിയൊരു സമയം എന്നുള്ള പ്രതീക്ഷയിൽ. അത് നോർമലി നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ചിന്തിക്കുക, മാർക്കറ്റ് വലിയൊരു സിംഗ്ലോ ഡെയിലി ക്യാൻഡിലെ സിംഗ്ലോ കട്ട് ചെയ്ത് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരുപാട് സ്റ്റോക്ക് അവിടെ സെല്ലിങ് നടക്കുമ്പോൾ ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലിക്വിഡിറ്റി സെറ്റപ്പ് വർക്കാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് അവിടെ മാർക്കറ്റിൽ മുകളിലേക്ക് പോകാൻ പ്രോബബിലിറ്റി ഞാൻ കൽപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ, വലിയൊരു സിംഗ് ലോ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ഈ ഷോർട്ട് ടേമിലേക്ക് സിംഗ് ട്രേഡിംഗ് ഒക്കെ എടുത്ത ആളുകൾ, ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ എടുത്ത ആളുകൾ പൊതുവേ ചെയ്യും. അത്രയും മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആവണ മാതിരി തോന്നിയില്ല കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റിലേക്ക്. അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തത് ഒക്കെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത ഏരിയ, അല്ലെങ്കിൽ ചില സ്റ്റോക്കുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയയൊക്കെ ഇതിലേക്കൊക്കെ മാർക്കറ്റ് ഏകദേശം എത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പം അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ പുതിയ ടീമൊക്കെ വാങ്ങാൻ സുഖമാണ്. നമ്മുടെ എൻട്രി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, സ്റ്റിൽ വെയിറ്റിങ്ങിൽ തന്നെയാണ്. എൻട്രി വരട്ടെ, വന്നാൽ നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്താലോ. സമയം 11:17 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ റെഡിയാക്കി നിൽക്കാം. നമ്മളെ എൻട്രിയും ബാങ്ക് നിഫ്റ്റി ഭയങ്കര ഡൗൺ സൈഡാണ്. എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഇതേപോലെ 49,500 റേഞ്ചിലേക്കാണ് വരുന്നത്. അതെടുക്കും. ഏതായാലും നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. കോൾ ഓപ്ഷൻ ബൈ കൊടുക്കാം. പ്രീമിയം നമുക്ക് 84 സംതിങ്ങിനാണ് കിട്ടിയത്. 84.1 നമുക്ക് കിട്ടിയത്. നേരത്തെ സെയിം സ്ട്രൈക്ക് തന്നെ എടുത്ത് കേട്ടോ. ടാർജറ്റ് ഞാൻ പറഞ്ഞ പോലെ ടാർജറ്റ് ഇല്ല, ട്രെയിലിംഗ് ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡ് നിർത്തുകയും ചെയ്യും കേട്ടോ. അതാണ് ഇപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഏതായാലും മാർക്കറ്റ് ഭയങ്കര ബെയറിഷ് ക്യാൻഡിലാണ് വന്നത് താഴേക്ക്. ബാങ്ക് പറന്നിറങ്ങാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ ഡെയിലി IDX എടുത്തിട്ടും മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എന്താ അറിയില്ല. പക്ഷേ ഡെയിലി IDX എടുത്തിട്ട് മാർക്കറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും താഴേക്ക് പോയിട്ടൊക്കെ ചിലപ്പം പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയും വരാം. മാർക്കറ്റ് എന്താണ് പഴയ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് എപ്പോഴും അപ്ഡേറ്റഡ് ആവാന്ന് കാരണം എന്താ വെച്ചാൽ, ആദ്യ കാലത്ത് ഞാനൊരു ഒരു 6 മന്ത് മുന്നൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒരു ഡെയിലി ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു ഏരിയ മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റ് എന്താണ് ഈ അവിടെയുള്ള ഓർഡേഴ്സിൻ്റെ അളവ് കുറയും. അപ്പം ഡെയിലി ആയിട്ട് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്ത് പോകണ മാതിരി കാണിച്ച് വീണ്ടും താഴെ വന്നിട്ട് അങ്ങനെയും പോകാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. ഇത് രണ്ട് രീതിയിൽ മാർക്കറ്റ് പല സമയത്തും പല രീതിയിൽ റിയാക്ട് ചെയ്യും, അറിയില്ല ഇനി. പക്ഷേ ഏതായാലും ഡെയിലി IDX എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്കൊക്കെ ഒരു പോണമാതിരി മൊമെൻറ്റം കാണിക്കുന്നില്ലേ. നമുക്ക് നേരത്തെ ലോസ് കവർ ചെയ്തപ്പോൾ 1,000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഒറ്റയടിക്ക്. നല്ല മൊമെൻ്റ് ഉണ്ട്. 2,000 ടോട്ടലിപ്പോൾ ഒരു 4,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6,000-ൻ്റെ മുകളിൽ ഇപ്പോൾ പ്രോഫിറ്റ് 1:3 റേഞ്ചിലൊക്കെ എത്തി. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഏതായാലും ഈ ട്രേഡ്. ഇനി ഇതിൽ ലോസ് നമ്മൾ ബുക്ക് ചെയ്യില്ല. ഈ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യില്ല. അപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ 6 പോയിൻറ്റ് പ്രോഫിറ്റിലേക്ക് വെക്കും. അങ്ങനെ അതാണ് പ്ലാന്. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെച്ച പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ 6 പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ വെക്കും. പിന്നെയും അങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 6 പോയിൻറ്റ് ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് പ്ലാന്.
ഒരു മൊമെൻറ്റം കണ്ടിട്ട് പോകും തോന്നുന്നുണ്ട് അല്ലേ, മുകളിലേക്ക് തന്നെ പോകും തോന്നുന്നുണ്ട്. ഇപ്പോൾ 2-3 ഒറ്റയടിക്ക് 3500 ഭയങ്കര വോളട്ടൈലാണ്. 3500 600 ഒക്കെ കാണിച്ചു ഒറ്റയടിക്ക്. ഇപ്പം അതേപോലെ താഴേക്കും വരുന്നുണ്ട്. ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പം SL അടിക്കുകയാണെങ്കിൽ കോസ്റ്റിൽ അടിച്ചോട്ടെ. അതോടെ നമ്മളെ ട്രേഡ് ഇന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടു. ഇനി അന്ന് ട്രേഡ് ചെയ്യില്ല. ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് എപ്പോഴും ഈ ബുള്ളിഷ് രീതിയിലേക്കായിരിക്കും വരിക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ചിലപ്പം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കുറച്ചും കൂടെയൊക്കെ താഴെ വന്ന് കുറേ താഴെ വരുമ്പോൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറേ ട്രേഡ് എടുത്തുനിന്ന് കൊളാക്കും. അപ്പോൾ എനിക്ക് എന്നെ അറിയാം, ഇന്ന് മാർക്കറ്റിൽ ഇന്ന് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഈ രീതിയിലായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അറിയാൻ പറ്റും, ഇവിടെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റ് അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പ്രോഫിറ്റും ബുക്ക് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയുമ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മളിപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. മാക്സിമം നമുക്ക് 2000 സംതിങ് ലോസ് വരുള്ളൂ. നമുക്ക് 2 ലോസ് വരെ ഒരു ദിവസം പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ബുള്ളിഷായി നോക്കിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. എനിക്കറിയാം മാർക്കറ്റിൽ ഇന്ന് എൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെ വരികയെന്ന്. നോർമലി ഞാൻ ചെയ്യണമായിരുന്നു കുറേ മാറ്റം ഉണ്ടാവുന്നത്. കാരണം ട്രേഡ് ഒന്നും SL അടിച്ച ഉടനെ തന്നെ അടുത്തയിലേക്ക് ചാടി കയറാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി കറക്റ്റ് ചെയ്തുള്ള എൻ്റെ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതാണ് SL ഇനി കോസ്റ്റ് പ്രൈസിൽ അടിച്ചാന്നില്ല, ഇല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടാർഗറ്റ് അടിച്ചാലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടാർഗറ്റ് ട്രെയിലിംഗ് ആണ്. നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:22. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 6000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് സെയിം ട്രേഡിൽ. നമ്മൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് എന്താണ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇന്ന് ട്രേഡ് ഇല്ല, ഇന്ന് ജസ്റ്റ് വാച്ചിങ് മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് 49,500 തൊട്ടടുത്തുനിന്നാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതും കൂടെ എടുക്കുമെന്ന് അറിയില്ല. നിഫ്റ്റി ഇതേപോലെ തന്നെ 23,500 റേഞ്ചിലാണ്. ആ ലിക്വിഡിറ്റി കൂടി എടുത്തിട്ടാണോ പോകുന്നതെന്നും അറിയില്ല. ഏതായാലും ഇന്ന് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യില്ല. ഇനി അപ്സൈഡ് കുറേ ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യില്ല. നമുക്ക് നാളത്തെ ദിവസം നോക്കാം. ഓർഡറൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് ടോട്ടൽ എടുത്ത 2 ട്രേഡിൻ്റെ ഓർഡേഴ്സൊക്കെ കാണാം. നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട് ബാക്കിയുള്ള മാർക്കറ്റ് വാച്ച് ചെയ്യാനോ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനോ ഒരുപാട് ചാർട്ടുകൾ അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും ടൈം. ഓക്കെ, താങ്ക് യു.